May the name of the Lord be glorified. ദൈവനാമത്തിന് മഹത്വം. I thank the Lord for giving me this privilege to share word of God before you. ഇങ്ങനെ ദൈവസന്നിധിയിൽ നിങ്ങൾ മുമ്പാകെ വന്ന് ദൈവവചനം പ്രസംഗിക്കുവാനുള്ള അവസരത്തെ ഓർത്ത് കർത്താവിനെ നന്ദി കരേറ്റുന്നു. And I would like to share with you Matthew chapter 12 verse 33 to 37. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ട് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മത്തായി 12-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ ഇന്നൊന്ന് വായിച്ച് സഹായിച്ചാൽ. Let us share a small background of this passage. ഈ ഒരു ഭാഗത്തിൻ്റെ ചെറിയ പശ്ചാത്തലം നമുക്ക് ചിന്തിക്കാം. Our Lord Jesus Christ says that either make the tree good and its fruit good. കർത്താവായ യേശു ക്രിസ്തു അവിടെ പറയുന്നത് നല്ല വൃക്ഷവും നല്ല ഫലത്തെക്കുറിച്ചുമാണ്. Why the Lord Jesus Christ said this? When the Lord Jesus Christ was doing miracles by the help of the Holy Spirit, കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിലൂടെ അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ he healed the blind and mute, so his work was good. അന്ധന്മാരെയും കുരുടന്മാർക്കും അവർക്ക് സൗഖ്യം കർത്താവ് കൊടുക്കുമ്പോൾ ആ ഒരു പ്രവൃത്തികൾ നല്ലതായിരുന്നു. But the Pharisees said that he is doing all these things by the help of the Beelzebul, the prince of demons. എന്നാൽ ആ സമയത്തും ഫരീസികൾ അത് കണ്ട് പറഞ്ഞത് അവൻ ഇതൊക്കെയും ബീൽസെബൂലും മറ്റേ പിശാചിന്റെ പ്രഭുക്കന്മാരുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത്. When we read verse 22 and following verses, then you could understand that. ഇതേ അധ്യായത്തിന്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. When we read about the history of Pharisees, then you could understand that they are the people who lead to the people in a godly way. ആ ഫരീസന്മാരുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ പഠിക്കുമ്പോൾ ജനത്തെ ആ ഭക്തൻ അല്ലെങ്കിൽ ദൈവഭക്തിയിൽ നയിക്കേണ്ട ജനമാണവർ. But the Lord Jesus Christ approached to them as a hypocrite. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു അവരെ കപടഭക്തിക്കാരെന്നാണ് മനസ്സിലാക്കിയത്. Pharisees means a separation. They were separate themselves for God. ഫരിസികൾ എന്ന് പറയുന്നത് വേർപെട്ട ഒരു ജനമാണ്, കൂട്ടമാണ്. അവര് ദൈവത്തിന് വേണ്ടി തന്നെത്താൻ മാറ്റി വേർപാടുള്ള ജീവിതം ജീവിക്കേണ്ടവരാണ്. During the earthly ministry of the Lord Jesus Christ, the people became a bad. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ലോക ശുശ്രൂഷയിൽ അവര് ആ തിന്മയുള്ള ജനമായിരുന്നു. Their starting was good, but after that they slowly became a bad. അവരുടെ ആരംഭമോ നല്ലതായിരുന്നു, എന്നാൽ മെല്ലെ അവര് തിന്മയിലേക്ക് അവര് പോയി. And in a Christian life also it's happening like that. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. We have been started in a Christian life so many years ago. പല വർഷങ്ങൾക്ക് മുമ്പായിട്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നാമൊക്കെയും തുടങ്ങി. But slowly we are also become like a Pharisees. എന്നാൽ പതുക്കെ മെല്ലെ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ഈ ഫരീസന്മാരെ പോലെ നാമുമായി തീരുന്നു. Let us come to passage. ഈ വേദഭാഗത്തിലേക്ക് നമുക്ക് വരാം. I have given a title, our mind is the treasure of our thoughts. ഇതിനൊരു തലക്കെട്ടായിട്ട് ഞാൻ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ ചിന്തകളുടെ ഒരു നിക്ഷേപം. Our mind is a treasure. If we are keeping bad thoughts in our mind, then it will come out from our mouth bad. നമ്മുടെ മനസ്സ് ഒരു നിധി പോലെയാണ്. അതിൽ തിന്മയുടെ ചിന്തകൾ നാം വിധിച്ചാൽ അതായിരിക്കും പുറത്തേക്ക് വരുന്നത്. If we are keeping good thoughts in our mind, then it will come out good. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നാം ആ രീതിയിൽ ആരംഭിച്ചാൽ നമ്മുടെ വായിലൂടെയും നന്മയായിരിക്കും പുറത്തേക്ക് വരിക. Our words reveal our hearts. നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ പ്രദർശിപ്പിക്കുന്നു. When we read verse 23 and 34. 33 34 വാക്യങ്ങളിൽ ആ കാര്യമാണ് നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. Jesus said, either make the tree good and its fruit good, or make the tree bad and its fruit bad. അവിടെ ഒന്നെങ്കിൽ വൃക്ഷം നല്ലതാണ്, അതിന്റെ ഫലവും നല്ലതായി തീരും, അല്ലെങ്കിൽ വൃക്ഷം ചീത്തയാവുകയും ഫലവും ചീത്തയായി തീരുകയും ചെയ്യും. For the tree is known by its fruit. കാരണം ആ വൃക്ഷം അതിന്റെ ഫലത്തിൽ നിന്നാണ് നാം അതിന്റെ ഗുണം തിരിച്ചറിയുന്നത്. Just like a tree is known by its fruit, our word shows what's inside us. ഒരു വൃക്ഷത്തിന്റെ ആ ഗുണം നാം അതിന്റെ ഫലത്തിലൂടെ അറിയുന്നത് പോലെ നമ്മുടെ വാക്കുകളിലൂടെയാണ് നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമ്മുടെ നന്മ അറിയുന്നത്. In other words, we can say that
Our words reflect what's inside us. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ വാക്കുകളാണ് നമ്മുടെ അകത്തുള്ളത് പുറത്തേക്ക് കാണിക്കുന്നത്. If we speak positively, നാം നന്മയായിട്ട് ചിന്തിച്ചാൽ, it will reveal a heart full of compassion, kindness and forgiveness. അത് കാണിക്കുന്നത് ഒരു സ്നേഹമുള്ള, അനുകമ്പയുള്ള, ദയയുള്ള ഹൃദയത്തെയാണ്. Then it will be good for us and also others. നമുക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടിയും അത് നല്ലതായി തീരും. And if we speak negatively, then it will be reveal a heart full of heart, anger, bitterness and hatred. എന്നാൽ നാം തിന്മ സംസാരിച്ചാൽ അത് നമ്മുടെ ഹൃദയത്തിൽ ദേഷ്യത്തെയും ക്രോധത്തെയും ആ ഒരു കാര്യങ്ങളെയൊക്കെയാണ് പ്രദർശിപ്പിക്കുന്നത്. And it will not profitable for us and to other also. നമുക്കോ മറ്റുള്ളവർക്കോ അത് ലാഭകരമായിട്ടുള്ള ഒരു വസ്തുതയല്ല. Our words has the power to create it or destroy. നമ്മുടെ വാക്കുകൾക്ക് സൃഷ്ടിക്കുവാനും നശിപ്പിക്കുവാനുമുള്ള ശക്തിയുണ്ട്. To build up or tear down. എന്തെങ്കിലുമൊക്കെ പണിയുവാനും അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുവാനുള്ള ഒരു ശക്തി വാക്കുകൾക്കുണ്ട്. Jesus teaches that our words reveal our hearts. കർത്താവായ യേശുക്രിസ്തു പഠിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെയാണ് കാണിക്കുന്നത്. Second point is we are accountable for words that we speak. രണ്ടാമത്തെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാം സംസാരിക്കുന്ന വാക്കുകൾക്ക് നാം ഉത്തരവാദിത്തമുള്ളവരാണ്. We can see verse 35 and 36. 35ഉം 36ഉം വാക്യങ്ങളിൽ നാം അതാണ് മനസ്സിലാക്കുന്നത്. Jesus warns us that we will give account for every careless words that speak. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ശ്രദ്ധിക്കാതെ പറയുന്ന ഓരോ വാക്കിനും നാം കണക്ക് കൊടുക്കേണ്ടവരാണ്. Our words have consequences. നമ്മുടെ വാക്കുകൾക്ക് ചില അനന്തരഫലങ്ങളുണ്ട്. The positive words can bring life and encouragement and hope. സകാരാത്മകമായിട്ടുള്ള നല്ലതായിട്ടുള്ള നല്ല വാക്കുകൾക്ക് പ്രത്യാശയും ഉത്സാഹവും ഒക്കെ ഉളവാക്കുവാൻ സാധിക്കും. But the negative words can bring death and discouragement and despair. നേരെ മറിച്ച് നാം തിന്മ സംസാരിക്കുമ്പോൾ, മോശം വാക്കുകൾ സംസാരിക്കുമ്പോൾ അതിനകത്തൂടെ ദുഃഖവും നിരാശയും ഒക്കെയുമാണ് ഉളവാകുന്നത്. If we are keeping good thoughts in our mind, then only it will profitable for us and also other. നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നാം വെക്കുമ്പോഴാണ് നമുക്കും മറ്റുള്ളവർക്കും അത് ലാഭകരമായി തീരുന്നത്. Because God will judge every words that we speak. കാരണം നാം സംസാരിക്കുന്ന ഓരോ വാക്കും കർത്താവ് ന്യായം വിധിക്കും. How can we speak? How can we keep a good thoughts in our mind? എങ്ങനെയാണ് ഈ നല്ല ചിന്തകൾ മനസ്സിൽ വെക്കുക? Psalm 119:11 says that 119 സങ്കീർത്തനം 11 വാക്യത്തിൽ നാം വായിക്കുന്നു, I have a storage of your words in my heart that might not sin against you. കർത്താവിനോട് പാപം ചെയ്യുവാതിരിക്കാൻ നിന്റെ വചനം ഞാൻ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു. When we keeping word of God in our heart, ദൈവവചനം നാം ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ and meditate the word of God, then only we can keep good thoughts in our mind. ആ വചനം ധ്യാനിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ മനസ്സിൽ നല്ല ചിന്തകൾ നമുക്ക് വെക്കുവാൻ സാധിക്കൂ. Speak and think positively. We can see verse 37. 37 വാക്യത്തിൽ നാം കാണുന്നത് നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുക. Jesus Christ concludes by saying, for by your words you will be justified. ആ 37 വാക്യത്തിൽ കർത്താവ് പറയുന്നത് നിന്റെ വാക്കുകളാൽ നിനക്ക് നീതീകരിക്കപ്പെടും. And by your words you will be condemned. അതേ വാക്കുകളാൽ തന്നെ നിന്നെ കുറ്റം വിധിക്കുകയും ചെയ്യുമെന്ന്. And our words has power. നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. They justify us, shows our good heart and intention and condemn us. നമ്മെ നീതീകരിക്കുവാനുള്ള ആ ഒരു ശക്തി വാക്കുകൾക്കുണ്ട്. ആ രീതിയിലുള്ള ബലം ആ വാക്കുകൾ കൊണ്ടെന്ന് നാം മനസ്സിലാക്കണം. It reveals our bad heart and intention. നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥയെ അത് പുറത്തേക്ക് കാണിക്കുന്നു. Let us be mindful of our words that reveals our hearts. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ നാം ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഹൃദയത്തെയാണ് അത് പ്രദർശിപ്പിക്കുന്നത്. Speak positively and encourage others. മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് നല്ല കാര്യങ്ങൾ സംസാരിക്കുക. Think positively and focus on good things. നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും നന്മ കാംക്ഷിക്കുകയും ചെയ്യുക. Jesus teaches that our words have power. കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ വാക്കുകൾക്ക് ശക്തിയുണ്ട്. Let us them to reflect God's goodness positively, impact others
and bring life to those around us. നമ്മുടെ വാക്കുകളിലൂടെ ദൈവത്തിന്റെ നന്മയും മറ്റുള്ളവരെ ആ രീതിയിൽ നാം സ്വാധീനിക്കുവാനും അവർക്ക് ജീവൻ നൽകുവാനും നമ്മുടെ വാക്കുകൾക്ക് സാധിക്കട്ടെ. Remember, our words can either build or destroy. Choose to speak life. ഓർക്കുക, നമ്മുടെ വാക്കുകൾക്ക് പണിയുവാനും നശിപ്പിക്കുവാനും സാധിക്കും. ആ രീതിയിൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May the Lord's name be glorified. ദൈവനാമത്തിന് മഹത്വം.